പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. മാനത്തേക്കാർ മേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരി തൻ ശോഭയുണ്ടതോർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരി തൻ ശോഭയുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകും യേശുവുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകും യേശുവുണ്ടതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീർ
പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കണ്ണീരെല്ലാം തോരും, സമാധാനം കൈവരും. ദൈവത്തിന് സ്തോത്രം. സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ഇന്നത്തെ ജീവിതത്തിൽ മ്ലാനതകൾ മാറും, ഹൃദയത്തിലെ വിഷാദങ്ങളെല്ലാം മാറും. നിങ്ങളുടെ കണ്ണീര് തോരും. അല്ല, കർത്താവ് കണ്ണീര് തുടച്ചു തരും, കണ്ണീര് ഒപ്പിത്തരും. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം അനുഭവങ്ങളാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഞാൻ പഠിച്ചു പറയുന്ന വാക്കുകളല്ല, എൻ്റെ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവശാൽ യേശുവിനെ കണ്ടുമുട്ടാനിടയായി. ഭാഗ്യവശാൽ യേശു എന്നെ കടന്നു പിടിച്ചു. ഭാഗ്യവശാൽ ഞാൻ ആവശ്യപ്പെടാതെ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നു. ഞാൻ പ്രാർത്ഥിച്ചില്ല, ഞാൻ ആവശ്യപ്പെട്ടില്ല, ഞാൻ യാചിച്ചില്ല, ഞാൻ ജാഗരിച്ചില്ല. യേശുവിൻ്റെ ഉള്ളത്തിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. സന്തോഷവും ഉല്ലാസവും ലഭിച്ചു. പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെ മീതെ അപ്പുറം നിൽക്കുന്ന സമാധാനം ഞാൻ കണ്ടു. പ്രതിസന്ധികളുണ്ടെങ്കിലും അതിൻ്റെ മീതെ അത്ഭുതകരമായ സമാധാനം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒന്ന്, കന്യമാതാവിന് സന്തോഷവും ഉല്ലാസവും ഉണ്ടായി ക്രിസ്തു അകത്ത് വന്നപ്പോൾ. രണ്ടാമത്തേത് എന്താണ്? നമുക്ക് വായിക്കാം. ഇനി എന്തിലാണ് സന്തോഷിക്കാൻ പറ്റുന്നത്? സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യവും യെശയ്യാപ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്ക, സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിക്ക, ഇസ്രായേലെ ആർപ്പിടുക, ഇസ്രായേലേ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്ക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്ക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി, നിന്റെ ന്യായവിധികളെല്ലാം ദൈവം മാറ്റിയിരിക്കുന്നു. നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. എതിർക്കുന്ന പോരാടുന്ന ശത്രുവായ പൈശാചിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. അനേക കുടുംബങ്ങളിൽ നിന്ന് പിശാച് ബാധിച്ചിരിക്കുകയാണ്. കോപിക്കാൻ പിശാച് പറയുമ്പോൾ നാം കോപിച്ചു പോകും. വഴക്കടിക്കാൻ പിശാച് പറയുമ്പോൾ വഴക്കടിക്കും. വീട്ടിൽ കലഹം ഉണ്ടാക്കാൻ പറയുമ്പോൾ കലഹമുണ്ടാക്കും. ഒരു ഭീകരൻ പിന്നിൽ നിന്നോട് പ്രേരിപ്പിക്കുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങാൻ പിശാച് പറയുമ്പോൾ പിണക്കമുണ്ടാകും. ഭീകരനായ ദുഷ്ടപിശാച് പ്രേരിപ്പിക്കുകയാണ്. പഠിത്തം ഉഴപ്പാനായിട്ട് പിശാച് പറയും, അപ്പോൾ പഠിത്തം ഉഴപ്പും. വായിക്കില്ല, പഠിക്കില്ല, ചുമതലാബോധമില്ല. പ്രിയപ്പെട്ടവരെ, മദ്യപാനത്തിലേക്ക് പിശാച് ആകർഷിച്ചുകൊണ്ട് പോകുമ്പോൾ ആ കൂടെ പോവും. സാത്താനാണ് കൂടെ പോകുന്ന ആരും അറിയുന്നില്ല. മദ്യത്തിൻ്റെ അടിമയായിത്തീരുന്നു. അശുദ്ധമായ ജീവിതത്തിൻ്റെ അടിമയായിത്തീരുന്നു. പല തിന്മകളുടെ അടിമയായിത്തീരുന്നു. വഴക്കും പിണക്കവും കലഹവും ശണ്ടയും എല്ലാവിധമായ തിന്മകളും അവിശ്വാസവും അന്ധവിശ്വാസവും എല്ലാം ഇതെല്ലാം പിശാച് കൊണ്ടുവരുന്നതാണ്, സാത്താൻ കൊണ്ടുവരുന്നതാണ്. അതുമൂലം നമ്മുടെ മേൽ ന്യായവിധി വരാൻ പോകുന്നു. എന്നാൽ കർത്താവ് എന്ത് ചെയ്യുന്നു? ന്യായവിധികളെ മാറ്റി നിനക്ക് രക്ഷ തരും, സാൽവേഷൻ തരും. ന്യായവിധികളെ മാറ്റുന്നു. വലിയൊരു ന്യായവിധി നമ്മെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ഇതുപോലെ ഈ ഭൂമിയിൽ ജീവിച്ച് ചെയ്യുന്ന കാലത്ത് ഒരു ദിവസം നാം കണ്ണടയും, മരിക്കും. നാം അനേകം ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കറിയാമല്ലോ, നാം ഇതുപോലെ ഒന്ന് മരണക്കിടക്കയിൽ കിടക്കും. അക്കാര്യം ഉറപ്പാണ്. ഒരു ദിവസം മരിക്കും. മരണത്തിന് ശേഷം എന്ത് ആരും ചിന്തിക്കാറില്ല. ഞാൻ അല്പസമയം കിട്ടിയപ്പോൾ ഒരു പുസ്തകം വായിച്ചു. ഡോക്ടർ മോറിസ് റിലീസ് ചെയ്ത പുസ്തകമാണ്. നരകത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു എന്നാണ് പുസ്തകത്തിൻ്റെ ഹെഡിങ് തന്നെ. ടു ഹെൽ ആൻഡ് ബാക്ക്. ദൈവത്തിന് സ്തോത്രം. അത് വായിക്കാൻ എന്താണ് കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. അത് വായിക്കണമെന്ന് തോന്നി. പുസ്തകം ഇരിപ്പുണ്ട്. പുസ്തകം തുറന്നു നോക്കി. കർത്താവേ, അനേകർ നരകത്തിലേക്ക് പോകുന്നു. ഭീകരമായ ന്യായവിധിക്ക് ശേഷം നരകത്തിലേക്ക് പോകുന്നു. നരകത്തിൻ്റെ ഭീകര ദുരിതത്തിലേക്ക് പോകുന്നു. നരകത്തിൻ്റെ ദണ്ഡനത്തിലേക്ക് പോകുന്നു. ഭയാനകമായ നരകത്തിൻ്റെ ഭീകരമായ അനുഭവത്തിലേക്ക് പോകുന്നു. കട്ടിക്കൂരിട്ടിലേക്ക് പോകുന്നു. നരകയാതനയിലേക്ക് പോകുന്നു. അത് മാറ്റിക്കിട്ടുന്നതാണ് ന്യായവിധി മാറുന്നു പറയുന്നത്. ന്യായവിധി മാറുന്നു. ന്യായവിധികളായി മാറ്റി നിനക്ക് രക്ഷ തരുന്നു എന്ന്. സ്തോത്രം. സെഫന്യാ പ്രവാചകൻ പറയുന്നതാണ്, നിൻ്റെ ന്യായവിധികളെ ദൈവം മാറ്റിയിരിക്കുന്നു, നിനക്ക് രക്ഷ വരുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രക്ഷപ്പെടണം, രക്ഷയിൽ സന്തോഷിക്കാം. അപ്പോൾ ഉല്ലാസവും സന്തോഷവും ഉണ്ടാകുക. രക്ഷ, നിത്യരക്ഷയിൽ സന്തോഷിക്കുക. സ്നേഹിതരെ, നിങ്ങൾക്കറിയാമോ, നമുക്കൊരു മരണമുണ്ടെന്ന് അറിയാമല്ലോ. ഒരു ദിവസം നാമും കണ്ണടഞ്ഞു പോകുമെന്ന് അറിയാമല്ലോ, സംശയമില്ല. എത്രയോ പേര് കടന്നുപോയി. നമ്മൾ പൂർവികന്മാരെല്ലാം കടന്നുപോയില്ലേ? ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ എത്ര പേര് ഒരു 50 വർഷം കഴിഞ്ഞാൽ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടാകും? ഒരു 50 വർഷം കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അല്ല, ഒരു 100 വർഷം കഴിഞ്ഞാൽ പിന്നെ എത്ര പേര് ജീവിച്ചിട്ടുണ്ടാകും? കാര്യമായിട്ട് ആരും കാണുകയില്ല. എല്ലാവരും പോകും, അപ്പുറത്തേക്ക് പോകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കാറുണ്ടോ ഒരു മരണമുണ്ടെന്ന്? ഒരു മരണമുണ്ടെന്ന് ചിന്തിക്കാറുണ്ടോ? നിത്യരക്ഷ വേണമെന്ന് ചിന്തിക്കാറുണ്ടോ? നിത്യമായ രക്ഷ,
നിത്യമായ രക്ഷ, നിത്യമായ സ്വർഗം വേണമെന്ന് ചിന്തിക്കാറുണ്ടോ? ഇവിടെ തന്നെ എന്ത് ദുരിതമാണ്, എന്ത് നരകമാണ്, പിന്നെ ഈ മരിച്ചതിന് ശേഷമുള്ള കാര്യം എന്ത് ചിന്തിക്കാനാണെന്ന് അങ്ങനെ വാസ്തവത്തിൽ നിരുത്തരവാദമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. മരിച്ചതിന് ശേഷമുള്ള കാര്യമൊക്കെ ചിന്തിക്കാൻ ഇപ്പോൾ നേരമില്ല. ഇവിടുത്തെ കാര്യം തന്നെ ശരിയായിട്ടില്ല. എന്നും രോഗം, എന്നും പ്രയാസം, എന്നും പ്രശ്നം, എന്നും കടം, എന്നും ദുരിതങ്ങൾ. ഇനി അങ്ങ് മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ ഇപ്പോൾ നേരമില്ലെന്ന് പറയുന്ന ആളുകളുണ്ട്. സ്നേഹിതരെ, ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കണം. വേദോസം പറയുന്നു, നിൻ്റെ മരിപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക, നിൻ്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സംശയിക്കണ്ട, നീ മരിച്ചു പോകും നിശ്ചയം. ദൈവം പറയുന്നു, നിൻ്റെ ഗൃഹകാര്യം നീ ക്രമത്തിലാക്കുക. കാര്യങ്ങളെല്ലാം ക്രമത്തിലാക്കിക്കൊള്ളൂ. എന്തെല്ലാം ക്രമത്തിലാക്കാനുണ്ട്? എല്ലാം ക്രമത്തിലാക്കുക. യെശയ്യാപ്രവചന പുസ്തകം 38-ാം വാക്യം വായിക്കാം. നിൻ്റെ ഗൃഹകാര്യം നീ ക്രമത്തിലാക്കുക. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നുവെന്ന് പറഞ്ഞു. നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല. പ്രിയപ്പെട്ടവരെ, അതിവേഗം ഗൃഹകാര്യങ്ങൾ ക്രമത്തിലാക്കണം. ഒന്നും ബാക്കി വെച്ചേക്കരുത്. സെൻറ്റ് പോൾ തൻ്റെ അവസാനത്തെ ലേഖനത്തിൽ, തീമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പറയും, നത്തിങ് ബി ലെഫ്റ്റ് അൺഡൺ. പൂർത്തീകരിക്കാതെ ഒന്നും ഇട്ടേക്കരുത്. നിൻ്റെ ശുശ്രൂഷ നടപടിയായി നിവർത്തിക്കുക. നത്തിങ് ബി ലെഫ്റ്റ് അൺഡൺ. പൂർത്തീകരിക്കാതെ ഇട്ടേക്കരുത്. ഒന്നും പൂർത്തീകരിക്കാതെ പോകരുത്. എല്ലാം ചെയ്ത് തീർത്തുകൊള്ളുക. ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് തീർത്തുകൊള്ളുക. സഹായിക്കേണ്ടവരെ സഹായിച്ചുകൊള്ളുക. നിങ്ങളുടെ സ്നേഹം അനേകർക്കും കൊടുത്തുകൊള്ളുക. നിങ്ങളുടെ വാത്സല്യം അനേകർക്ക് കൊടുത്തുകൊള്ളുക. നിങ്ങളുടെ കരുണ എല്ലാവർക്കും കൊടുത്തുകൊള്ളുക. നിങ്ങളുടെ വിനയവും നിങ്ങളുടെ സൗമ്യതയും എല്ലാവർക്കും കൊടുത്തുകൊള്ളുക. എല്ലാവരെയും മാനിക്കാൻ തുടങ്ങുക. എല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങുക. എല്ലാവരെയും ആദരിക്കാൻ തുടങ്ങുക. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക, ജീവനെ പോലെ സ്നേഹിക്കുക. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുക, ഭർത്താവിനെ ബഹുമാനിക്കുക. ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കുക, ഭാര്യയെ സ്നേഹിക്കുക. ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെടുക, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക, ഭാര്യയെ കരുതുക. കുടുംബജീവിതം ഭദ്രമായി തീരട്ടെ. എങ്ങനെ ഇതൊക്കെ സാധിക്കും? രക്ഷ കിട്ടുമ്പോൾ. ആത്മാവിൻ്റെ രക്ഷ, ആത്മാവിൻ നിത്യജീവൻ. സെഫന്യാ പ്രവാചകൻ പറയുന്നതാണ്, ന്യായവിധികളെ മാറ്റി രക്ഷ വരുത്തിയിരിക്കുന്നു, ന്യായവിധികൾ മാറിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ന്യായവിധി മാറിയിരിക്കുന്നു. ഉണ്ടോ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇവിടെ നിന്ന് കടന്നു ചെല്ലുമ്പോൾ ഒരു ന്യായവിധിയെ നേരിടാൻ പോകുന്നതെന്ന് അറിയാമോ? അനേകരൊന്നും വിശ്വസിക്കുന്നില്ല, അറിയാൻ പാടില്ല. പലരും ചിന്തിക്കുന്നില്ല, അറിയാതെ പാടും. നീതിയിൽ വിധി ചെയ്യും ന്യായാധിപനേ, നീ ഏറ്റരുതേ വിധിയിൽ കടമോർത്തിടരുതേ. നീതിയിൽ വിധി ചെയ്യും ന്യായാധിപനേ, നീ ഏറ്റരുതേ വിധിയിൽ കടമോർത്തിടരുതേ. ബലഹീനത നീക്കി തുണ ചെയ്യുക രാപ്പകലടിയങ്ങൾ ആശ്രയമല്ലോ. സ്തോത്രം. ന്യായവിധിയോട് എൻ്റെ കർത്താവെ ന്യായവിധിയിലേക്ക് എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറയുന്നുണ്ട്, പാടുന്നുണ്ട്. അർത്ഥം അറിയുന്നുണ്ടോ? നാം പാടുന്നുണ്ട്, നമസ്കാരം ചൊല്ലുമ്പോൾ പാടുന്നുണ്ട്. ആരറിയുന്നു അർത്ഥം? ആരും ചിന്തിക്കുന്നില്ല, ആരും പറഞ്ഞു കൊടുക്കുന്നുമില്ല. നിർഭാഗ്യവശാൽ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം ഇല്ല. താനും പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം ഇല്ലല്ലോ. സങ്കടകരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ന്യായവിധിയുണ്ട്, ഒരു ന്യായവിസ്താര ദിവസമുണ്ട്, ന്യായാധിപ സഭയുണ്ട്. നിത്യനായ ദൈവം സിംഹാസനത്തിൽ, വെള്ള സിംഹാസനത്തിലിരിക്കുന്ന ഒരു നാളുണ്ട്. അന്ന് ഓരോരുത്തരുടെ പേരിൽ എഴുതപ്പെട്ടിരിക്കുന്നതായ എല്ലാം വായിച്ച് കേൾപ്പിക്കും. പുസ്തകം തുറക്കും, വേറൊരു പുസ്തകം തുറക്കും, ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറക്കും. അതിൽ പേരില്ലാത്ത ഏവനെയും തീപ്പൊയ്യിലേക്ക് തള്ളിയിടും. ജീവൻ്റെ പുസ്തകത്തിലൂടെ വെച്ച് പേര് സമ്പാദിക്കണം, രക്ഷപ്പെടണം. ആത്മാവിൻ്റെ രക്ഷ, ആത്മാവിൻ്റെ നിത്യജീവൻ. ഒരുപക്ഷെ പൈസ കുറഞ്ഞാലെന്ത്? ഒരുപക്ഷെ വിദ്യാഭ്യാസം കുറഞ്ഞാലെന്ത്? ഒരുപക്ഷെ വരുമാന മാർഗ്ഗങ്ങൾ ഇല്ലെങ്കിലെന്ത്? നിത്യജീവൻ പ്രാപിക്കുക. നിത്യജീവൻ നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ വകയായി തീർന്നു. നിത്യനായ ദൈവം സർവ്വസമ്പന്നനാണ്. സ്തോത്രം. അഖിലണ്ഡത്തിൻ്റെ ഉടയവൻ സർവ്വസമ്പന്നനാണ്. തൻ്റെ മക്കൾ പട്ടിണി കിടക്കാനും സമ്മതിക്കുകയില്ല, തൻ്റെ മക്കൾ വിഷമിക്കാനും സമ്മതിക്കുകയില്ല. അപ്പൻ മക്കളുടെ കാര്യം അന്വേഷിക്കും. നാം ചൊല്ലും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ചൊല്ലും. ആണോ? സ്വർഗത്തിലെ അപ്പൻ്റെ മോനാണോ, മോളാണോ? സ്വർഗത്തിലെ അപ്പൻ്റെ മോളായി തീർന്നോ? പ്രിയപ്പെട്ടവരെ, പലരും ചിന്തിക്കുന്നില്ല. സ്വർഗത്തിലെ അപ്പൻ്റെ മോനാണെങ്കിൽ അപ്പൻ്റെ ഛായ വരും. സ്വർഗത്തിലെ അപ്പൻ്റെ മോളാണെങ്കിൽ അപ്പൻ്റെ ഛായ വരും. അപ്പൻ്റെ ഛായ അപ്പൻ്റെ വിശുദ്ധിയാണ്. അപ്പൻ്റെ ഛായ അപ്പൻ്റെ സ്നേഹമാണ്.
അപ്പൻ്റെ ഛായ, അപ്പൻ്റെ വിശ്വാസം, അപ്പനിലുള്ള വിശ്വാസമാണ്. ആ ഛായ വരും, ഛായ ഇമേജ് വരും, ആ റിഫ്ലക്ഷൻ. നമ്മെ കാണുമ്പോൾ ക്രിസ്തു നമ്മിൽ കൂടി ജനം കാണും. നമ്മെ കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ ആളത്വത്തെ കാണും. എൻ്റെ ദൈവമേ, ഞാൻ ഓർക്കുന്നു, കർത്താവ് എങ്ങനെയുള്ളതെന്ന് കാണുവാൻ സക്കായി ശ്രമിച്ചു, ആഗ്രഹിച്ചു. കർത്താവ് എങ്ങനെയുള്ളതെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. സക്കായി ദ്രവ്യാഗ്രഹിയാണ്, അവൻ കൊള്ളപ്പലിശക്കാരനാണ്, കൊള്ളരുത്തവനാണ്. എന്നാൽ അവന് ഒരു ദിവസം യേശു വഴിയായി പോകുമെന്ന് അറിഞ്ഞപ്പോൾ യേശുവിനെ കാണണമെന്ന് തോന്നി. യേശു എങ്ങനെയുള്ളതെന്ന് കാണുവാൻ ശ്രമിച്ചു. ദൈവത്തിന് സ്തോത്രം. യേശു എങ്ങനെയുള്ളതെന്ന് കണ്ടു എന്ന് മാത്രമല്ല, യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടു, വീടിന് രക്ഷ വന്നു. ഇന്ന് കർത്താവ് യേശുവിനെ വിളിച്ച്, കർത്താവേ എൻ്റെ കൂടെ നീ ഒന്ന് പോരാമോ എന്ന് ചോദിക്കൂ. വെറും നിസ്സാര വാക്കല്ല ഈ പറയുന്നത്. യേശുവേ, ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ നീ ഒന്ന് പോരാമോ? എൻ്റെ കലങ്ങിയ വീട്ടിലേക്ക് നീ ഒന്ന് പോരാമോ? എൻ്റെ അനുസരണം കേട്ട മക്കളുടെ വീട്ടിലേക്ക് നീ ഒന്ന് പോരാമോ? ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും ലോകത്തിൻ്റെ വെറുക്കൂത്തിലും ആശ്രയിച്ചു പോകുന്ന ചിലരുള്ള എൻ്റെ വീട്ടിലേക്ക് നീ ഒന്ന് പോരാമോ? എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ തിന്മയും നീ ഒന്ന് ദൂരീകരിക്കാമോ? യേശുവേ, നീ സൂര്യൻ്റെ വീട്ടിലൊന്ന് ഉദിക്കാമോ? സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുൾ മാറുന്നത് പോലെ എൻ്റെ ഹൃദയത്തിൻ്റെ ഇരുൾ മാറും. നീ വരുമ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ ഇരുൾ മാറും. ദൈവത്തിന് സ്തോത്രം. നിത്യരക്ഷ അവകാശമാക്കണം. നിത്യരക്ഷ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, രക്ഷയിൽ സന്തോഷിക്കാം. സന്തോഷവും ഉല്ലാസം ഉണ്ടാകും. രക്ഷിക്കപ്പെട്ടാൽ സന്തോഷവും ഉല്ലാസം ഉണ്ടാകും. രക്ഷിക്കപ്പെടുന്ന വാക്ക് കേൾക്കുമ്പോൾ ചിലർക്ക് അലർജിയുണ്ട്. രക്ഷിക്കപ്പെടുന്നു പറഞ്ഞാൽ പൂർത്തിയായി എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു കുഞ്ഞ് ജനിച്ചു എന്നാണ്. ഒരു ശിശു ജനിച്ചു, രക്ഷിക്കപ്പെട്ടു. ഒരു ആത്മലോകത്ത് ഒരു ശിശു ജനിച്ചു, അതുകൊണ്ടായില്ലല്ലോ. ഇന്ന് എന്തുമാത്രം ശിശു മരണങ്ങൾ സംഭവിക്കുന്നു. ശിശു ജനിച്ചു, ഇനി ആ ശിശു വളരണ്ടേ? ആ ശിശു കൈകാലിട്ട് അടിച്ച് ഇന്ന് വെള്ളത്തൊടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശിശു, ആ ശിശു എഴുന്നേറ്റ് വയ്യപ്പോയി നടക്കുന്നു, പിന്നീട് എഴുന്നേറ്റ് ഓടുന്നു, പിന്നീട് വളർച്ച പ്രാപിക്കുന്നു, ജോലികൾ ചെയ്യുന്നു. ഈ ആ ശിശു വളർന്നു വരണം. അങ്ങനെ ഇനിയും വളർച്ചയുടെ പടവുകൾ കയറേണ്ടതുണ്ട്. രക്ഷിക്കപ്പെടുന്നു പറഞ്ഞാൽ തീർന്നില്ല, ആരംഭം മാത്രമേ ആയുള്ളൂ. ശിശു ജനിച്ചു എന്ന് പറയുന്ന ഒരു ആരംഭം മാത്രം. ആത്മാവിൽ ജനിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് അത്രയ്ക്കെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കാമോ? കർത്താവേ, ഇന്നെനിക്ക് ആത്മാവിൽ ജന്മം വേണം. അപ്പൻ്റെ അമ്മയുടെയും മകനായി ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു, അപ്പൻ്റെ അമ്മയുടെയും മകളായി ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു. എന്നാൽ നിത്യനായ ദൈവത്തിൻ്റെ മകനും മകളുമായി എനിക്ക് തീരണം. അതിന് യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണം. എൻ്റെ ഹൃദയത്തിലേക്ക് വരുവാനാണല്ലോ നീ ഗോകുൽത്തായിലെ കുരിശിൽ മരിച്ചത്. കർത്താവേ, നീ കുരിശിൽ മരിച്ചതുപോലെ ഞാനിതാ എന്നെ തന്നെ കുരിശിൽ അർപ്പിക്കുന്നു. ഒരു വശത്ത് ഇതാ യേശു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, മറുവശത്ത് ഞാനിതാ ക്രൂശിക്കപ്പെടുന്നു. എൻ്റെ പഴയ താല്പര്യങ്ങൾ ക്രൂശിക്കപ്പെടുന്നു, എൻ്റെ പഴയ ഇമ്പങ്ങൾ ക്രൂശിക്കപ്പെടുന്നു, എൻ്റെ ലോക ലാവണ്യങ്ങൾ ക്രൂശിക്കപ്പെടുന്നു, എൻ്റെ ലോക ഇമ്പങ്ങൾ ക്രൂശിക്കപ്പെടുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടതകളെല്ലാം ക്രൂശിക്കപ്പെടുന്നു, എൻ്റെ ക്രൂരതകളെല്ലാം ക്രൂശിക്കപ്പെടുന്നു, എൻ്റെ അശുദ്ധിയെല്ലാം ക്രൂശിക്കപ്പെടുന്നു, എൻ്റെ തിന്മയെല്ലാം ക്രൂശിക്കപ്പെടുന്നു. കർത്താവേ, ഞാൻ പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കണമേ. ദൈവത്തിന് സ്തോത്രം. ആ ഉയർത്തെഴുന്നേൽപ്പാണ് വീണ്ടും ജന്മം എന്ന് പറയുന്നത്. പഴയ മനുഷ്യൻ മരിച്ചു, പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്നു. കർത്താവിന് സ്തോത്രം. ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആ മഹാഭാഗ്യം ലഭിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധനാണ് സെൻറ്റ് അഗസ്റ്റീൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, സെയിൻറ്റ് അഗസ്റ്റീൻ. എന്നാൽ ചെറുപ്പത്തിൽ ഈ അഗസ്റ്റീൻ ഒരു ദുർമാർഗിയായിരുന്നു. അപ്പൻ മരിച്ചുപോയി, അമ്മ അവനെ വളർത്തി. അമ്മ ഒരു ഭക്തിയുള്ള സ്ത്രീയായിരുന്നു. അമ്മ ഈ ചെറുപ്പക്കാരനെ വളർത്തി. അവനൊരു യൗവനപ്രായത്തിലേക്ക് കാലൂന്നാൻ തുടങ്ങിയപ്പോഴേക്കും അവന് തിന്മകൾ തെറുത്തുയർന്നു വരികയായി. അനേകം ദുഷ്ടതകൾ, അനേകം അശുദ്ധികൾ. അവൻ ധിക്കാരിയായി മാറി. അമ്മ പ്രാർത്ഥിക്കുന്നിടത്ത് തന്നെ ഒന്നും പ്രാർത്ഥിക്കുകയില്ല, അവന് പ്രാർത്ഥനയില്ല, അവൻ പള്ളിയിൽ പോവുകയില്ല, അവൻ ആത്മീയമായ കാര്യങ്ങൾ താല്പര്യമില്ല. അമ്മ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പോകും. അന്നത്തെ ഒരു ബിഷപ്പുണ്ട്. ആ ബിഷപ്പിൻ്റെ അടുക്കൽ പോയി മോനെക്കുറിച്ച് അമ്മ അവലാതി പറയും. ഈ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും. ബിഷപ്പും പ്രാർത്ഥിച്ചു, അമ്മയും പ്രാർത്ഥിച്ചു. പക്ഷേ ഈ ചെറുപ്പക്കാരൻ താൻ തോന്നിയായി നടന്നു. യൗവനക്കാരൻ അവൻ ചെന്ന് ഒരു കൊള്ളരാത്ത സ്ത്രീയുമായി ബന്ധപ്പെട്ടു. വിവാഹം കഴിയാത്ത ആ ചെറുപ്പക്കാരന് ആ സ്ത്രീയിൽ ഒരു കുഞ്ഞ് പിറന്നു. വളരെ മോശമായിപ്പോയി, അവമാനകരമായിപ്പോയി. പക്ഷേ അവനൊന്നും അവമാനമായിട്ട് തോന്നിയില്ല. എന്നാൽ അമ്മ അവന് വേണ്ടി കരഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ മോനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമ്മ ആ മോന് വേണ്ടി പ്രാർത്ഥിച്ച അമ്മയുടെ കണ്ണുനീര് സ്വർഗ്ഗത്തിലെ ദൈവം കണ്ടു. അവനൊരു മാനസാന്തരം കിട്ടി. അവന് നിത്യരക്ഷയെക്കുറിച്ചുള്ളൊരു ബോധം കിട്ടി. നിത്യരക്ഷ, നിത്യശിക്ഷയിലേക്ക് പോകാതിരിക്കാൻ നിത്യരക്ഷ പ്രാപിക്കണം എന്നുള്ളതായി ബോധം കിട്ടി.
അവൻ ആ വേശ്യ സ്ത്രീയുടെ അടുക്കൽ നിന്ന് മാറി അവൻ സ്വന്തം വീട്ടിൽ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയോട് കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആൾ മുഴുവനായി മാറി, സമൂലമായി മാറി. എന്നാൽ കുറേ നാളുകളായി ആ സ്ത്രീ അവന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അവൻ വളരെ സ്നേഹത്തോടെ കരുതിയിരുന്ന ആ സ്ത്രീ, ഒരു കുഞ്ഞുണ്ടായി. ആ സ്ത്രീ അവിടെ ഇരിക്കുകയായിരുന്നു അവളുടെ വീട്ടിൽ. ഒരിക്കൽ ഇവൾ നോക്കുമ്പോഴുണ്ട് ഇവൻ ദൂരെ നിന്ന് വരുന്നു. അവൾക്ക് വലിയ സന്തോഷമായി. ഭാഗ്യം, അവൻ വീണ്ടും വന്നല്ലോ. കുറേ നാളത്തേക്ക് പിരിഞ്ഞു പോയെങ്കിലും വന്നല്ലോ. അവൾ സന്തോഷത്തോടെ അവൻ എതിരേൽക്കാനുള്ള എല്ലാം തയ്യാറാക്കി. നല്ല വിഭവസമർത്ഥമായ ഭക്ഷണമൊക്കെ തയ്യാറാക്കാൻ അവൾ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അകത്ത് ഒരു ആൾപ്പെരുമാറ്റമോ കാൽപ്പെരുമാറ്റമോ കേൾക്കുന്നില്ല. അവൾ പെട്ടെന്ന് വെളിയിലിറങ്ങി നോക്കുമ്പോഴുണ്ട് അങ്ങ് ദൂരേക്കൂടി അഗസ്ത്യൻ നടന്നു പോകുന്നു. ദൂരേക്കൂടി. ഇങ്ങോട്ട് വന്നയാൾ എന്തിനാണ് അങ്ങോട്ട് പോയത്? അവൾ പിന്നാലെ ഓടി മുൻകടന്നു. അഗസ്ത്യൻ അവളെ ഒരു പരിചയമില്ലാത്തതുപോലെ നോക്കി നിന്നു. അഗസ്ത്യനെ, ഇത് ഞാനാണ്, നീ എന്നെ അറിയില്ലേ? അഗസ്ത്യനെ, ഇത് ഞാനാണ്, നീ എന്നെ അറിയില്ലേ? അവൻ പറഞ്ഞു, ഇത് ഞാനല്ല. നിൻ്റെ കൂടെ ജീവിച്ച അഗസ്ത്യൻ മരിച്ചുപോയി. ഞാൻ പുതിയ മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. കൺഫെഷൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നമുക്ക് കാണാം. സെൻ്റ് അഗസ്റ്റിൻ്റെ ഒരു ആത്മകഥയാണ് കൺഫെഷൻസ്. അതിൽ ആ കാര്യം വിവരിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത്, ഞാൻ പുതിയ സൃഷ്ടിയായി. പഴയ ആളല്ല. പഴയ കോപം എവിടെ പോയി? പഴയ വാശി എവിടെ പോയി? പഴയ ദുശാഠ്യം എവിടെ പോയി? പഴയ കലഹസ്വഭാവം എവിടെ പോയി? പഴയ അശുദ്ധ ചിന്തകൾ എവിടെ പോയി? പഴയ അഴുക്കായ വികാരങ്ങൾ എവിടെ പോയി? എല്ലാം പോയിരിക്കുന്നു, എല്ലാം മാറി. പ്രിയപ്പെട്ടവർ, അങ്ങനെ അനുഭവമുണ്ട്. നിങ്ങൾ കൊതിക്കണം ഈ അനുഭവത്തിന് വേണ്ടി. പഴയതെല്ലാം മാറി ഒരു പുതിയ ജീവിതം, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി. വേദപുസ്തകം പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. എങ്ങനെ പുതിയ സൃഷ്ടിയായിത്തീരാം? ക്രിസ്തുവിൻ്റെ രക്തത്താൽ. ആ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി നിങ്ങളുടെ മേൽ വീണാൽ നിങ്ങൾ പുതിയ സൃഷ്ടിയായിത്തീരും. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ. ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കുമെങ്കിൽ, കർത്താവിൻ്റെ വാക്ക് പറയുമെങ്കിൽ, യേശുവേ, ഇന്ന് നിന്റെ തിരുമാറിൽ നിന്നൊഴിയ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ മേലൊന്ന് പതിയണമേ. കർത്താവേ, തിരുവിലാവിൽ നിന്നൊഴിയ തിരുരക്തം ഒരു തുള്ളി എൻ്റെ നെറ്റിയിൽ ഒന്ന് പതിയണമേ. കർത്താവേ, എൻ്റെ സകല പാവവും പോക്കി ശുദ്ധീകരിക്കുന്ന തിരുരക്തം എന്നെ ഇന്ന് കഴുകണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കിട്ടും, ലഭിക്കും. നിങ്ങൾ വിശ്വസിക്കൂ. പഴയതെല്ലാം പോകും. അതുകൊണ്ട് അടുക്കാതാകും. മദ്യപാനം മാറും, കൊള്ളരാത്ത കൂട്ടുകെട്ടുകൾ മാറും, ചീത്ത ബന്ധങ്ങൾ മാറും, അശുദ്ധമായ ജീവിതം മാറും, ഹീനമായ വികാരങ്ങൾ മാറും, മ്ലേച്ഛമായ മോഹങ്ങൾ മാറും, എല്ലാം മാറും. പ്രിയപ്പെട്ടവരെ, അശുദ്ധി എല്ലാം മാറിയിട്ട് നിങ്ങൾ പുതിയ സൃഷ്ടിയായിത്തീരും. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിലാകുക. ടു ബി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലാകുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മുഹൂർത്തപ്പെട്ടു. 17-ാമത്തെ വയസ്സിൽ എനിക്ക് കിട്ടിയ ഭാഗ്യം അതാണ്, ക്രിസ്തുവിലായി. അത് ദൈവം കൊണ്ടുവന്ന് തന്നതാണ് എനിക്ക്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആഗ്രഹിച്ചതല്ല, ഞാൻ പ്രാർത്ഥിച്ചതല്ല. എനിക്ക് ദൈവം കരുണയാൽ കൊണ്ടുവന്നു തന്ന വചന സൂക്ഷിക്ക് പോകാനിടയായി, ഭാഗ്യമായി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ, എന്നൊരു പുതിയ സൃഷ്ടിയാക്കി തീർക്കണമേ. എൻ്റെ കോപം മുഴുവൻ മാറ്റണമേ. എൻ്റെ കുടുംബം കലങ്ങാനിടയത് എൻ്റെ കോപം കൊണ്ടാണ്. ഞാനാണ് ഉത്തരവാദി. കർത്താവേ, എൻ്റെ കോപത്തെ നീ മാറ്റണമേ. എൻ്റെ സാഠ്യപ്രകൃതി, എൻ്റെ അനുസരണക്കേട്, വചനത്തോട് ബഹുമാനമില്ലായ്മ, എൻ്റെ കർത്താവ്, ഇതെല്ലാം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവർ. കാണാം, നിങ്ങൾക്ക് ഐശ്വര്യം ഇരച്ചു വരുന്നത്. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണാം. നിങ്ങളുടെ മക്കൾ വളർന്നു വരുന്നത് കാണാം. നിങ്ങളുടെ മക്കൾ ശോഭനമായ ഭാവി നേടുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ അത്ഭുതത്തോടെ ഇവരെ സ്തുതിക്കാൻ തുടങ്ങും. എൻ്റെ കർത്താവേ, ഇത്രയും കാലം നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾ, ഇത്രയും കാലം പാഴായിപ്പോയ കാലങ്ങൾ, നാഥ, ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ സൗഭാഗ്യം എനിക്ക് തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇതാ കർത്താവ് നിങ്ങളുടെ അടുക്കൽ വന്ന് ഹൃദയത്തിലേക്ക് മുട്ടിക്കൊണ്ട് നിൽക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ വെറുതെ പറഞ്ഞു വിടരുത്. അവൻ അധികാരിയാണ്. അവൻ അധികാരമുള്ളവനാണ്. അവൻ സ്വർഗത്തിൻ്റെ അധിപതിയാണ്. അവൻ നിത്യജീവൻ്റെ ഉടമയാണ്, നിത്യജീവൻ്റെ അധിപതിയാണ്. അവനെ നിങ്ങൾ വെറുതെ വിടല്ലേ. നിങ്ങൾക്ക് സ്വർഗം തരാനാണ് വന്ന് മുട്ടുന്നത്. നിങ്ങളെ സ്വർഗീയ സന്തോഷത്തിലേക്ക് ആനയിക്കാനാണ് മുട്ടുന്നത്. സന്തോഷവും ഉല്ലാസവും തരുവാനാണ് നിങ്ങൾ ഹൃദയത്തെ വന്ന് മുട്ടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറക്കുക. എങ്ങനെ? കർത്താവേ, എനിക്ക് സമ്മതമാണ്. എൻ്റെ യേശുവേ, എനിക്ക് ആഗ്രഹമാണ്. എൻ്റെ യേശുവേ, എനിക്ക് ആർത്തിയാണ്. എൻ്റെ യേശുവേ, എനിക്ക് കൊതിയാണ്. യേശുവിൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലൊന്ന് വസിക്കണമേ. നീ എന്നിൽ വാഴണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. യേശുവിനോട് നിങ്ങൾ പറയും, യേശുവേ, എന്നെ കടന്നു പോകല്ലേ.
എന്നെ അനുഗ്രഹിക്കാതെ പോകല്ലേ കർത്താവേ. എൻ്റെ അനാഥത്വം മാറ്റാതെ നീ പോകല്ലേ, എൻ്റെ അഗതിത്വം മാറ്റാതെ നീ പോകല്ലേ, എൻ്റെ ആത്മീയമായ ജീർണാവസ്ഥ മാറ്റാതെ നീ പോകല്ലേ. എന്നെ വിശുദ്ധനാക്കി മാറ്റണമേ, എന്നെ ശുദ്ധിമതിയാക്കി മാറ്റണമേ, എൻ്റെ മേൽ നിൻ്റെ കരം വയ്ക്കണമേ നാഥ. തൃക്കരൻ്റെ മേൽ നീട്ടണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ, ഇത് അനുഗ്രഹത്തിന് സമയമാണ്. യാചിക്കേണ്ടും സമയം ഇതാ, മോചിക്കും നാഴിക ഇത് തന്നെ. ഇത് നമസ്കാരത്തിന് സമയം, ഇത് തന്നെ കരുണാസമയം. ഈ സമയം നഷ്ടപ്പെടുത്താതെ നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ തൊടണമേ, എന്നെ സ്പർശിക്കണമേ, എൻ്റെ തലമേൽ തൃക്കരം വയ്ക്കണമേ. ഹാലലൂയ ഹാലലൂയ. യേശുവേ നിൻ്റെ തൃക്കരം എൻ്റെ തലമേൽ വയ്ക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ നിൻ്റെ മകനാക്കി തീർക്കണമേ, എന്നെ നിൻ്റെ മകളാക്കി തീർക്കണമേ. രക്ഷയുടെ സന്തോഷം എനിക്ക് തരണമേ നാഥ, സന്തോഷവും ഉല്ലാസവും തരണമേ. രക്ഷയുടെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. കന്യമറിയാനെ പോലെ വിനയത്തോടെ ഞാൻ ഇതാ നിന്നെ സ്വീകരിക്കുന്നു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എനിക്ക് ഭവിക്കട്ടെ. പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ, യേശുവിനായി ജീവിതം തുറന്നു കൊടുക്കൂ. യേശു ഹൃദയത്തിലേക്ക് വരട്ടെ. യേശുവിന് നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. തിരുവചനങ്ങൾക്കായി സ്തോത്രം. ദിവ്യ സന്ദേശത്തിനായി സ്തോത്രം. അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. അപ്പോൾ ഈ ജനത്തെ സ്പർശിച്ച് അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.